എല്ലാം കളർ ചെയ്തു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയങ്ങളെ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മുട്ട വാങ്ങിച്ചു. അമ്മയ്ക്ക് അങ്ങനെ 2-3 കൊടുക്കാൻ വേണ്ടി എടുത്തപ്പോൾ അത് പൊട്ടി. ഞാൻ എന്ന് വാങ്ങിച്ചാലും പൊട്ടിച്ചോണ്ടേ വരുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം പൊട്ടി. ഇന്നും പൊട്ടിച്ചു. ബാക്കിയാണ്. മഴയായിരുന്നു. രാവിലെ മഴ കാരണം കുറച്ച് താമസിച്ചു. ഭയങ്കര മഴയ്ക്കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയി. പിന്നെ മഴയൊന്ന് തോർന്ന് കുറച്ചൊന്ന്, എന്നാലും കോട്ടിടണമായിരുന്നു. വൈകിട്ട് പിന്നെ ചാറ്റമഴയായിരുന്നു. ഒരുവിധം എത്തപ്പെട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അമ്മ ഇന്നലെ ഇവിടുന്ന് നൈസായിട്ട് അങ്ങ് വീട്ടിലോട്ട് പോയി. പിന്നെ ഇന്ന് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്നപ്പോഴും തിരിച്ചു വന്നപ്പോഴും വിളിച്ചിങ്ങ് വാന്നും പറഞ്ഞ് വന്നില്ല. അവിടെ വീട് വൃത്തിയാക്കലും പരിപാടികളൊക്കെയാണ്. വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല മഴ കാരണം. അപ്പൊ അകത്തെല്ലാം തൂത്തും തുടച്ചും ഒക്കെ ഇരിക്കുക. പിന്നെ വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ തീർന്നായിരുന്നു. ഇതൊക്കെ വാങ്ങിച്ചു. പാല് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഒരാവശ്യത്തിന് ടൗണിലോട്ടൊന്ന് പോകണമായിരുന്നു. അപ്പൊ പോയ വഴിക്ക് വൈകുന്നേരത്തെ ചായ കുടിയുടെ സമയമായി തിരിച്ചു വന്നപ്പോൾ എനിക്കങ്ങ് നല്ല വിശപ്പുണ്ടായിരുന്നേ. ഇപ്പൊ ഓസിൻഫായുടെ ബേക്കറിയിൽ വൈകിട്ട് ഏത്തയ്ക്കാപ്പം, മുളക് ബജ്ജി, കാ ബജ്ജി അങ്ങനെയൊന്നും ഉണ്ടാക്കുന്ന പരിപാടി. ഇതൊക്കെ അവിടുത്തെ വൈകുന്നേരത്തെ സ്പെഷ്യലാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മളത് വാങ്ങും, ചായയുടെ കൂടെ കഴിക്കും. പക്ഷെ ഇപ്പോൾ മഴ കാരണം ആളും ബഹളവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഓസിൻഫായ ഇപ്പം അതൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ഞാൻ വെച്ച് ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാം എന്ന് വിചാരിച്ച് ബെസ്റ്റ് ബേക്കറി കയറി. അവിടെ ഏത്തയ്ക്കാപ്പം ഒന്നും ഇല്ലായിരുന്നു. 2 സുഖിയം വാങ്ങിച്ചു. ഒരെണ്ണം ചായയുടെ കൂടെ കഴിച്ചു. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഞാൻ കുബൂസ് പാക്കറ്റ് അവിടുത്തെ സ്പെഷ്യലാണ് വാങ്ങിച്ചു. രാവിലെ ഇതിനൊരു കറി ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല സോയ ചങ്ക്സ് വാങ്ങിച്ചപ്പം അത് കറി ഉണ്ടാക്കാം, ഇതിൻ്റെ കൂടെ കഴിക്കാൻ എന്നാണ് എൻ്റെ ഒരു പ്ലാനിങ്. ഇത് മുന്തിരിക്കൊത്താണ്. ഇതിൻ്റെ പേര് ഇവിടെ മുന്തിരിക്കൊത്തെന്നാണ് പറയുന്നത്. ഇത് വാങ്ങിച്ചോണ്ടിങ്ങി പോരുന്നു. കൂട്ടാൻ കുളിക്കാൻ കയറി. ഞാൻ കേര വാങ്ങിച്ചു, ഷീലാവ് മേടിച്ചു. 2 1/2 കിലോ വീതം മേടിച്ചു. കേര അമ്മയ്ക്ക് കറി വെക്കാൻ അങ്ങ് കൊടുത്തു. ഷീലാവ് ഞാനിങ്ങനെ കൊണ്ടുപോരുന്നു. പക്ഷെ ഇവിടെ ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ അമ്മ കൂടെ ഏതാണ്ട് വാങ്ങിയതാണ്. ഇത് റോസ്റ്റ് ചെയ്ത് അത് തന്നിട്ടുണ്ട്. മീൻകറി ഉണ്ടെങ്കിൽ ഞാൻ ഇതൊന്നും എടുക്കുന്നില്ല. ഇത് മസാല പുരട്ടി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച. പിന്നെ കുളിച്ച് ജപിച്ച് വരാം. ഇന്ന് എൻ്റെ വീഡിയോസ് കാണുന്ന 2-3 പേരെ കണ്ടു. ഒരാള് ഹൈദരാബാദാണ്. അവർ ഫാമിലിയായിട്ട് അവിടെയാണ്. ഇപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നതാണ്. അപ്പം എൻ്റെ അടുക്ക വന്ന് മിണ്ടിയ മക്കളിയല്ലേ എന്നൊക്കെ ചോദിച്ചു. മോനിക്കുട്ടൻ്റെ മുത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ 2 പേര് നേരത്തെ വന്ന് മിണ്ടിയിട്ടുള്ളവരാണ്. അതിലൊരാള് കുറച്ചുനാൾ മുമ്പ് എൻ്റെ അടുക്ക വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയതാണ്. ഇന്ന് വന്ന് മെഡിസിനൊക്കെ മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു കോൾ ചെയ്ത് എന്നോട് ഒരാൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരുടെ അനിയത്തിയായിരുന്നു. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുവാണ്. അപ്പോൾ ഞാനാണ് മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ തമ്മിലും സംസാരിച്ചു. അതൊക്കെ ഒരുപാട് വലിയ സന്തോഷങ്ങളാണ് പ്രിയങ്ങളെ. അതൊക്കെ ഞാനിങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ്. സന്തോഷങ്ങൾ അതുപോലെ അത്രയും മനസ്സിൽ തുളുമ്പുന്നത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ പല കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ കാണിക്കുകയും പറയുകയും വേണ്ട എന്നുള്ള തീരുമാനം ഞാൻ എൻ്റെ പ്രിയങ്ങളോടൊപ്പം എടുത്ത തീരുമാനമാണ്. എന്നെ സ്നേഹിക്കുന്നവർ എന്നോട് പലതവണ പറഞ്ഞ കാര്യമാണ്. ഞാനത് എന്താ പറയുക, അത്
വേണ്ട പോലെ മുഖവിലയ്ക്ക് എടുക്കാതെ വീണ്ടും പല കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് നെഗറ്റീവായിട്ട് വന്നത് കൊണ്ടാണ് ശരി എന്നാൽ പിന്നെ കുറച്ചുകൂടെയൊക്കെ പ്രൈവസി ആകാം എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും പറയാത്തത്. ഞാൻ അത് ഓപ്പണായിട്ട് എൻ്റെ വീഡിയോസിൽ പലയിടത്തും പറഞ്ഞായിരുന്നു. ഒന്നാമത്തെ കാര്യം വീടിൻ്റെ കാര്യമാണ്. അപ്പോൾ അതിനകത്തും കുറേ കമൻറ്റുകൾ വന്ന് നെഗറ്റീവായിട്ട് എനിക്ക് ഭയങ്കര അഹങ്കാരമായി, വീടായപ്പോഴത്തേക്ക് അഹങ്കാരമായി, ഞാൻ നെഗറ്റീവാണ്, നിങ്ങൾ വീട് മേടിച്ചാൽ ഞങ്ങൾക്ക് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, സമൂഹത്തിന് എന്തോ പ്രയോജനം എന്നൊക്കെ ചോദിച്ച് ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സമൂഹത്തിന് എന്താണ് നന്മയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് പല അനുഭവങ്ങളുണ്ട്. എൻ്റെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് എടുത്ത് അതിൽ നിന്ന് എന്താ പറയുക, നല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കുറേ മനുഷ്യരെ എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡാണ്. ഞാൻ അതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ആളുമാണ്. എന്താ പറയുക, അത് എൻ്റെ മിടുക്കൊണ്ടൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം ഒരു തിരിച്ചടി തന്നു. ഞാൻ അതിൽ നിന്നൊക്കെ കരകയറാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് വിജയിച്ചു എന്നൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെയുള്ള പരിശ്രമങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നവരെ കാണുമ്പോൾ ഒത്തിരി ഡൗൺ ആയി പോയവർക്ക് അതൊരു പ്രചോദനം തന്നെയാണ്. അതെന്നെ സംബന്ധിച്ചും ഞാൻ അങ്ങനെ തന്നെയാണ്. പലരിലൂടെയുമാണ് ഞാനിങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. അല്ലാതെ ഞാൻ സ്വയം എനിക്ക് ഉണ്ടായ കാര്യമൊന്നുമല്ല. നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ വായിക്കുന്ന വാർത്തകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ തന്നെയാണ് നമ്മളും നമ്മുടെ മനസ്സിലെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മറക്കുന്നതും അതിൽ നിന്നൊക്കെ നമ്മൾ എല്ലാത്തിൽ നിന്നും, ഏത് സങ്കടത്തിൽ നിന്നും നമ്മൾ നന്മ കാണുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്കൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട് എൻ്റെ ജീവിതം, എൻ്റെ കാഴ്ചകൾ, എൻ്റെ നിലപാടുകൾ, എൻ്റെ സംസാരം എന്നൊക്കെ ഉള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും ഞാൻ മുഖവിലേക്ക് എടുക്കാറില്ല. അതങ്ങനെ എടുത്ത് നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ പറ്റൂല, ഇങ്ങനെയുള്ള വീഡിയോസ് ഇടാൻ പറ്റൂല, ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുണ്ട്. എന്താ പറയുന്നത്, നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കൊണ്ടല്ലേ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നത്, അത് പറയാതിരുന്നുകൂടെ എന്നൊക്കെ ചോദിച്ച് കുറേ കമൻറ്റുകൾ. ഇന്നാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കമൻറ്റ്, ഇനിയും വേറെ വല്ല അതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടത് കേട്ടോ. അതിനകത്ത് ഒരു കാര്യം മാത്രം എനിക്ക് തിരുത്തണമെന്നുണ്ട്. കാരണം വീടായപ്പോൾ അഹങ്കാരമായി എന്ന് ഒരിക്കലും ഒരിക്കലും എൻ്റെ മനസ്സിലൊരു ലെവലേശം പോലും അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം ഇപ്പം നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ എത്രയോ വർഷങ്ങളുടെ കഷ്ടപ്പാടാണ് ഒറ്റ രാത്രി കൊണ്ട് കല്ലും മണ്ണും പ്രളയവും വന്ന് എടുത്തിട്ട് പോയത്. പിന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ സ്വന്തമാണ്. അങ്ങനെ ഒരു ചിന്തയേ ഇല്ല പ്രിയങ്ങളെ. അതിന്നും ഇല്ല, പണ്ടും ഇല്ല. ഇപ്പോൾ കുറെ കൂടെ സ്ട്രോങ് ആണ്. അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല, നമുക്ക് അഹങ്കരിക്കാനും ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് താൽക്കാലികമാണ്. നമുക്ക് ഭൂമിയിൽ കുറച്ച് സമയം അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകും, നമ്മുടെ സ്വപ്നങ്ങളുടെ പുറകെ പോകുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല. അതൊക്കെ നല്ല ഉത്ബോധത്തോടെ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ കമന്റ് ഇട്ടവരുടെ മനസ്സിൽ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, നമ്മുടേതാണ്, എല്ലാം നമ്മുടേതാണ്, നമുക്ക് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ വെറുതെ കേട്ടോ. ഒന്നുമില്ല, നമ്മൾ വെറുതെ ഇവിടെ വാടകക്കാരാണ് ഈ ഭൂമിയിൽ. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ കുറെ പേര് വന്നപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഓർത്തു. ഏതൊക്കെ തരം മനുഷ്യരാണ്, എന്തെല്ലാം കാര്യങ്ങൾ ഒരു ദിവസം നമ്മൾ കണ്ടും കേട്ടും കഴിഞ്ഞാൽ കടന്നു പോകും ഒരു ദിവസം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് എന്നെ, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങൾക്കേ കഴിയൂ. കാരണം എന്തെങ്കിലും ഒരു നന്മ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നറിഞ്ഞാൽ ഇങ്ങനെ ചിലരുണ്ട്. അവരെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാവോ, അവഹേളിക്കാമോ, കുറ്റപ്പെടുത്താവോ, അങ്ങനെയൊക്കെ ചെയ്ത് അവരെ അങ്ങ് അവരുടെ മനസ്സിൽ ഉണ്ടായ സന്തോഷം കെടുത്തി കളയുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ഒരു ഹോബി. അതാണ് ശരിക്കും പറഞ്ഞ സത്യം. നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പ്രിയങ്ങളെ. എനിക്കതൊന്നും മൈൻഡ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ സമയമില്ല. നിങ്ങളൊക്കെ ഇനിയും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് പേരുണ്ടാവാം. ഈ പറയുന്നത് പോലെ തന്നെ എനിക്ക് അഹങ്കാരമായി, അങ്ങനെയാണ് ഇങ്ങനെയാണ് ജാടയാണെന്നൊക്കെ ചിന്തിക്കുന്നവർ ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കാം. എൻ്റെ പൊന്നു പ്രിയങ്ങളെ, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ സത്യാവസ്ഥ ഇതൊക്കെയാണ്. നമ്മൾ തരണം ചെയ്തു, നമ്മൾ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ ചിന്തകളിലും സ്ഥാനമില്ലാത്തവയാണ്. അതുകൊണ്ട് അങ്ങനെ കരുതുന്നവർ അങ്ങനെ കരുതിക്കോട്ടെ.
നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മളെ പറ്റി നമുക്ക് ബോധ്യം ഉണ്ടായ പോലെ അത് മതി. ഓ, മോനിക്കുട്ടൻ കുളിച്ചിട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. ഞാനൊന്ന് കുളിക്കട്ടെ പ്രിയങ്ങളെ. ഇത് അമ്മയുടെ കൊടുക്കണമെന്ന് വിചാരിച്ചു. വറ്റൽമുളക് മേടിച്ചതാണ്. ഇന്ന് ഇത് കഴുകി ഉണക്കി ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ നല്ല ഫ്രഷ് ആയിട്ട് എപ്പോഴും ഇരിക്കും, കേടാകാതെ. വെളുത്തുള്ളി ഇന്ന് അല്ലി അടർത്തിയതൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് നല്ല വെളുത്തുള്ളി ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. നിത്യ തേജസിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. കുന്തിരിക്കം മേടിക്കണം, കുറേ ദിവസം കൊണ്ട് ഓർക്കുക, മറന്നു പോവാ. ഒന്നത് മഴ കൊണ്ടങ്ങ് മടിക്കും അങ്ങോട്ടേലും ഒന്ന് പോവാൻ. ഇതേപോലെ കഴിഞ്ഞു പോയി. ഇനി ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ കാര്യങ്ങൾക്ക് പോകണമായിരുന്നു ഉച്ച കഴിഞ്ഞ്. അതുകൊണ്ട് അങ്ങോട്ട് പോയത് കൊണ്ട് സമയമില്ലായിരുന്നു, വീഡിയോ എഡിറ്റ് ചെയ്തില്ല, ഫോണൊന്നും നോക്കിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഇത് മെസ്സേജിനൊക്കെ മറുപടി കൊടുത്തു. വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോ ചോറും കറികളും ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ മീൻ എടുത്തില്ല. മീൻ കൊണ്ട് മസാലയൊക്കെ പുരട്ടി ഫ്രീസറിനകത്ത് വെച്ചു. അത്താഴം കഴിക്കാം. 8 മണി കഴിഞ്ഞു. ഇപ്പോഴും മഴ ചാർപ്പോണ്ടിരിക്കുകയാണ് പ്രിയങ്ങളെ. പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു, സൂചേച്ചിയോടൊക്കെ വെള്ളം കയറിയോന്ന്. രാവിലെ എന്നോട് പറഞ്ഞു റോഡിലൊക്കെ വെള്ളമായെന്ന് പറഞ്ഞു. വൈകുന്നേരം വിളിച്ചപ്പോൾ പറഞ്ഞു വീട്ടിലോട്ട് വെള്ളം മുറ്റത്തെല്ലാം ആയി. പിന്നെ രാവിലെ വിളിച്ചപ്പോൾ മുറ്റമെല്ലാം വെള്ളമായി. വീടിനകത്തോട്ട് ഇതുവരെ ആയിട്ടില്ല. പേടിയോ രാവിലെ കഴിച്ചില്ലേ? കഴിക്കാതെ ഗുളിക കഴിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ സാധനം വയ്യാതെ എനിക്ക് എന്നോട് പറഞ്ഞപ്പോലെ ഞാൻ ഉണ്ടാക്കിയത് പറഞ്ഞു തരില്ല. എന്താ ഞാൻ ഉണ്ടാക്കിയില്ലേ നാളെ? എന്നിട്ട് നേരെ അതല്ല ഇങ്ങനൊക്കെ ചെയ്യൂ. ഇച്ചിരി പണ്ടൊക്കെ അമ്മയുടെ അമ്മമ്മ ഉണ്ടാക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കഴിച്ചിട്ട് വരാം. എത്ര ദിവസമായി? ഗുഡ് നൈറ്റ്. അമ്മ ചോറ് വിളമ്പുന്നേ ഉള്ളൂ. ഊണ് ഇഷ്ടപ്പെട്ടോ? അമ്മ മറ്റേ സാധനം ഉണ്ടാക്കി തന്നെ കേട്ടോ. കപ്പ വെച്ച് പണ്ട് ഉണ്ടാക്കത്തില്ല കപ്പക്കറി. മീൻ കറി കണ്ടിരിക്കുന്നെടുത്തു. അമ്മക്ക് ഇത് മതി. വേണം കൊണ്ടുവന്ന് തരാം. അതിലൂടെ ഒഴിച്ചോക്കളാം, ടേസ്റ്റാ. അപ്പൊ ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ. കഴിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം, സന്തോഷം. മഴയുടെ പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ കാണും, നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ ഉണ്ടാവും. എല്ലാവരെയും ദൈവത്തിൽ സമർപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് എല്ലാം കലങ്ങി തെളിഞ്ഞ് സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു പോകാനൊക്കെ ഇടവരട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.